ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ടോറസ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എൻഡിൽ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഈ സമയത്ത് 2 of Cups, Nine of Pentacles, Devil and 5 of Cups. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? കിങ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, 3 of Wands. നിങ്ങളുടെ ഓവറോൾ എനർജി 6 of Pentacles. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ജസ്റ്റിസ്. അപ്പോൾ ടോറസ്, ഇത് 6 of Pentacles ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളായിരിക്കും കൂടുതൽ എഫേർട്ട് ഇടുണ്ടാവുക, മറ്റേ പേഴ്സൻ്റെ സൈഡിന് അത്ര എഫേർട്ട് ഉണ്ടാവില്ല. ഓറെൽസ് മേ ബി അവരായിരിക്കും എഫേർട്ട് ഇടുണ്ടാവുക, നിങ്ങളുടെ സൈഡിന് അത്ര എഫേർട്ട് ഉണ്ടാവില്ല. ഈ പേഴ്സൻ്റെ സൈഡിൽ ആക്ച്വലി ജസ്റ്റിസ് ആണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് വേണം എന്നുണ്ട്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. പക്ഷേ നിങ്ങളുടെ സൈഡിലാണ് ഞാൻ 2 of Cups കാണുന്നത്. ഇതൊരു മ്യൂച്വൽ ലവ്ഡ് എനർജിയാണ്. അപ്പോൾ രണ്ട് സൈഡിനും ഫീലിങ്സ് ഉണ്ട്, ഈക്വൽ ആണ്, കുറേ ലവ് ഉണ്ട്. പക്ഷെ ഈ പേഴ്സൻ്റെ എനർജി കിങ് ഓഫ് സോർഡ്സ് ആണ്. ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല. അവർ കുറച്ചൊരു ഡിറ്റാച്ച് ടൈപ്പ് ഓഫ് എനർജിയിലാണ്. മേ ബി അവർക്ക് അങ്ങനെ എക്സ്പ്രസീവ് ആവാൻ അറിയുണ്ടാവില്ല. ചില ആൾക്കാർ അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല, ഷൈ ആണ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. കുറെ പ്രാക്ടിക്കൽ എനർജിയിലാണ് ഈ പേഴ്സൺ. ഞാൻ കാണുന്നത് നിങ്ങൾ ഈ സമയത്ത് സിംഗിൾ ആണ് ആൻഡ് നിങ്ങളുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസും കൂടി ഉണ്ട്. ഈ പേഴ്സൺ മാത്രമല്ല, ഈ പേഴ്സണിന് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ പാഷൻ ഉണ്ട്. അവർക്കൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് വേണം എന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അവർ അത്ര ഗ്രേറ്റ് അല്ല. അവർക്ക് അറിയില്ല എങ്ങനെ അത് ചെയ്യണ്ടെന്ന്. അത് മാത്രമല്ല, അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഞാൻ കാണുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഇവിടെ ഡെവിൽ ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. ഈ സിറ്റുവേഷൻ ഒരു ടോക്സിക് സിറ്റുവേഷൻ ആണ്. മോസ്റ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. കാപ്രിക്കോൺ എനർജി ഇവിടെ കാണാണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് സോർഡ്സ് ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ് ആക്ച്വലി ഒരു ഡിവൈൻ പെയർ ആണ്, ഒരു ഡിവൈൻ മാച്ച് ആണ്. പക്ഷേ ഈ പേഴ്സണും ഈ അവരുടെ പാർട്ട്ണറും അവരുടെ ഇടയ്ക്ക് കാര്യങ്ങൾ ഈ സമയത്ത് ഒരു സ്ട്രെയിൻ റിലേഷൻഷിപ്പിലാണ് അവർ. മേ ബി സെപ്പറേറ്റഡ് ആയിരിക്കാം, ഓർ എൽസ് ഡിവോഴ്സ് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ഇവർ രണ്ടാളുടെയും എനർജി ഒരു ലാക്ക് ഓഫ് പാഷൻ ആണ് ഞാൻ കാണുന്നത്. അവർ ഇന്റലക്ച്വലി പ്രാക്ടിക്കലി ഒരുമിച്ചാണ്, പക്ഷെ ഇമോഷണലി ഒരു കണക്ഷനും ഇല്ല അവിടെ. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിൽ. എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല എക്സാക്ട്ലി അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്താൽ അത് എങ്ങനെയാവും എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ കുറച്ചൊരു ഈ പേഴ്സൺ ഹോപ്പ് ചെയ്യുന്നുണ്ട് അത് ഈ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് മേ ബി അവർ നിങ്ങളുടെ അടുത്ത് വരും, ഓഫർ ചെയ്യും, അങ്ങനത്തെ ആയിരിക്കും ഹോപ്പ് ഉണ്ടാവുക. പക്ഷെ എന്തായാലും നമ്മൾക്ക് നോക്കാം. ഈ 6 of Pentacles, ഈ പേഴ്സൺ നിങ്ങളുടെ ഓഫീസിലും വർക്ക് ചെയ്യണ പേഴ്സൺ ആയിരിക്കാം, ബോസോ ഇല്ല കലീഗ് ആയിരിക്കാം. പക്ഷെ അങ്ങനെ ആവണം എന്നില്ല. എന്തായാലും 6 of Pentacles നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? ഓവറോൾ ഹാങ്ഡ് മാൻ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷൻ ഒരു സ്റ്റാഗ്നന്റ് ആണ് ഈ സമയത്ത്. എന്നുവെച്ചാൽ
നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ അത്ര എഫേർട്ട് ഈ സമയത്ത് ഇടാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടെന്ന്. ഈ കാര്യം നിങ്ങൾക്ക് അറിയുണ്ടാവും. ആൻഡ് അതുകൊണ്ടുമാണ് നിങ്ങളും ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്താണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫിൽ ആ ഡിവോഴ്സ് ആയി കഴിഞ്ഞ ശേഷമേ നിങ്ങൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റിസ് ഈ പേഴ്സന്റെ എനർജിയിൽ എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണ്ടത്. 2 ഓഫ് കപ്സ് ഇതെന്താണ്? 4 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ ലവ് ഉണ്ട്, പക്ഷെ നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് സെപ്പറേറ്റഡ് ആയിരിക്കാം. ഇല്ലാച്ച നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ അത്ര എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്ക് ആണ് എടുത്താണ് ഈ റിലേഷൻഷിപ്പിന്. കിങ് ഓഫ് സോഡ്സ് ഈ പേഴ്സന്റെ എനർജി. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. 9 ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ എനർജി. 2 ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾ നിങ്ങളുടെ കരിയറും ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ അവിടെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഇംബാലൻസ്ഡ് ആണ് ഈ സമയത്ത്. ഏസ് ഓഫ് വാൻസ് ഈ പേഴ്സണിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ പാഷൻ ഉണ്ട്, പക്ഷെ അവർ വെയിറ്റ് ആണ് ചെയ്യണത്. അവർക്ക് എന്തോ ഒരു കൺക്ലൂഷൻ കഴിഞ്ഞിട്ടേ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി അവർ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അത് കഴിഞ്ഞിട്ടേ അവർ നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റുള്ളൂ. ഇതൊരു ഡിവോഴ്സിന്റെ കേസ് അല്ല വെച്ചാൽ മേ ബി അവരൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലായിട്ട് അതിലൊരു ക്ലോഷർ കഴിഞ്ഞിട്ടേ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റുള്ളൂ. അങ്ങനെയും ആയിരിക്കാം. ഡെവിൽ നിങ്ങളുടെ എനർജിയിൽ എന്താണ്? ഏസ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ക്ലാരിറ്റി ഉണ്ട്. ഒരു സ്റ്റാഗ്നന്റ് എനർജിന്ന് നിങ്ങൾ പുറത്തു പറയുന്ന എനർജി ഉണ്ട്. ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്? 6 ഓഫ് കപ്സ്. ഈ പേഴ്സന്റെ പാർട്ട്ണർ അവരുടെയും പറഞ്ഞ ഈ പേഴ്സൺ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ അവരുടെ കുട്ടികളുണ്ട് വെച്ചാൽ അതും ഒരു ഫാക്ടറാണ് ഇവിടെ ഡിലേ ആവാൻ വേണ്ടിയിട്ട്. റീസൺ അതും ആയിരിക്കാം. അത് മാത്രമല്ല അവരുടെ പാർട്ട്ണറിന് ഈ റിലേഷൻഷിപ്പ് റീകൺസൈൽ ചെയ്യണം എന്നുണ്ടാവും. അപ്പോൾ അതും ഒരു ഡിലേ ആണ് കോസ് ചെയ്യണം ഇവിടെ. പേജ് ഓഫ് കപ്സ് ഞാൻ പറഞ്ഞ മാതിരി അവരുടെ പാർട്ട്ണർ അവർ ഇൻവോൾവ് ഉള്ള പാർട്ട്ണർ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ടാവും. അത് ഒരു ഡിലേ ഇവിടെ കോസ് ചെയ്യുന്നുണ്ട്. 5 ഓഫ് കപ്സ് നിങ്ങളുടെ എനർജി. അപ്പോൾ ഈ എനർജി ഒരു 5 ഓഫ് കപ്സ് ഒരു ലോസിന്റെ എനർജിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഹോപ്പ് നിങ്ങൾ ലൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഈ ചിലപ്പോൾ ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആവും എന്ന് ഒരു പേടിയുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. പേജ് ഓഫ് വാൻസ് ഏരീസ് ലിയോ സാജിറ്റേറിയസ് എനർജിയാണ്. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വേണോ, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ എന്ന് അറിയാണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒരു എനർജിയിൽ വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്. പക്ഷെ എവിടെയോ നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഈ പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഫാമിലിനെയാണ് ചൂസ് ചെയ്യുക, നിങ്ങളെ അല്ല ചിലപ്പോൾ ചൂസ് ചെയ്യാനൊരു പേടിയുണ്ട്. 3 ഓഫ് വാൻസ് ഈ പേഴ്സന്റെ എനർജി എന്താണ്? അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഈ സമയത്ത് ഈ സിറ്റുവേഷൻ കുറച്ചൊരു സ്റ്റാഗ്നന്റ് ആണ്. അപ്പോൾ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? ഫ്യൂച്ചറിൽ അവർ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് കൊണ്ടുവരും, നിങ്ങളുടെ ഡയറക്ഷനിൽ ഒരു ഓഫർ കൊണ്ടുവരും. ഇതൊരു ലോങ് ടേം ഓഫറാണ്. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ എന്തായിരിക്കും? 2 ഓഫ് വാൻസ്. പക്ഷെ ഈ സമയത്ത് ഇതൊരു ക്രോസ് റോഡ്സിലാണ്. ഈ ഡിസിഷൻ ഇതുവരെ നിങ്ങൾ രണ്ടാളും ഉണ്ടാക്കിയിട്ടില്ല. പറഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്, നിങ്ങളും ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്. ഇവിടെ ഒരു റിജക്ഷൻ മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സന്റെ എന്തായിരിക്കും ഡിസിഷൻ. ഈ ചോയ്സ് എങ്ങനെയെങ്കിലും പോവാം. പറഞ്ഞാൽ ഈ പേഴ്സന്റെ ചിലപ്പോൾ മനസ്സ് മാറ്റം ഉണ്ടാവാൻ വഴിയുണ്ട്. എന്നുവെച്ചാൽ ഈ 2 ഓഫ് സോഡ്സ് ആൻഡ് 5 ഓഫ് പെന്റിക്കിൾസ് അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ആസ് ഓഫ് നൗ നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു പ്രോഗ്രസ് ഞാൻ ഈ സമയത്ത് കാണില്ല. പ്രോഗ്രസ് ഫ്യൂച്ചറിലായിരിക്കും ഉണ്ടാവുക. ഈ സമയത്ത് സെപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ടോറസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം.
ഇല്ലച്ചാ ഇമെയിൽ ഇത് അവിടെയും ഞാൻ എല്ലാം ഡീറ്റെയിൽസ് മെയിൽ ചെയ്ത് തരാം. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.